തായ്വാൻ ചൈന സംഘർഷം തീവ്രമാകുന്നു. തായ്വാനെതിരെ ചൈന ആക്രമണ നീക്കവുമായി മുന്നോട്ടു പോകുകയാണോ? പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഈ ആശങ്കയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. തായ്വാന് ഭീഷണി ഉയർത്തിക്കൊണ്ടാണ് ചൈന മുന്നോട്ടു പോകുന്നത്. ചൈന തായ്വാനു ചുറ്റും സുരക്ഷാഭ്യാസങ്ങൾ നടത്താൻ സേനയെ അയച്ചതാണ് റിപ്പോർട്ട്. കരസേനയെയും നാവികസേനയെയും വ്യോമസേനയെയും ചൈന അയച്ചിട്ടുണ്ട്. തായ്വാനെ സ്വതന്ത്ര രാജ്യമായി ചൈന ഇതുവരെയും അംഗീകരിച്ചിട്ടില്ല. രാജ്യത്തിന്റെ പരമാധികാരത്തെ ചൈന നിരന്തരം ചോദ്യം ചെയ്യുന്നുമുണ്ട്. തായ്വാനെ കൂട്ടിച്ചേർക്കാനുള്ള ദീർഘനാളത്തെ ശ്രമത്തിന്റെ ഭാഗമായാണ് ചൈന പുതിയ നടപടിയെടുക്കുന്നതെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു. ചൈനയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ദ്വീപാണ് തായ്വാൻ. തായ്വാൻ ഒരു സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും പല ലോകരാജ്യങ്ങളും അന്താരാഷ്ട്ര സംഘടനകളും തായ്വാനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ചിട്ടില്ല. തായ്വാൻ ചൈനയുടെ ഭാഗമാണെന്നാണ് ചൈനയുടെ വാദം. മാത്രമല്ല, ആ രാജ്യത്തെ പൂർണ്ണമായും തങ്ങളുടെ നിയന്ത്രണത്തിലാക്കാൻ വിവിധ നടപടികൾ നിരന്തരം സ്വീകരിച്ചു വരികയാണ് ചൈന. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ചൈന തായ്വാനു ചുറ്റും തുടർച്ചയായി യുദ്ധവിമാനങ്ങളും നാവികക്കപ്പലുകളും വിന്യസിച്ചു വരികയാണ്. ഈ വിഷയത്തിൽ ചൈനയും തായ്വാനും തമ്മിൽ വളരെ കാലമായി സംഘർഷം നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ചൈന തങ്ങളുടെ സൈന്യത്തെയും നാവികസേനയെയും തായ്വാനു ചുറ്റും സുരക്ഷാഭ്യാസങ്ങൾ നടത്താൻ അയച്ചിരിക്കുന്നത്. തായ്വാനിലെ വിഘടനവാദികൾക്കുള്ള ശക്തമായ മുന്നറിയിപ്പാണിതെന്ന് ചൈനീസ് സൈന്യം വ്യക്തമാക്കി. ചൈനീസ് സൈന്യത്തിന്റെ കിഴക്കൻ കമാൻഡിന്റെ വക്താവ് സീനിയർ കേണൽ ഷീ പറയുന്നത്, വ്യോമക്കടൽ യുദ്ധസന്നദ്ധത, സംയുക്ത പ്രവർത്തനങ്ങൾ, കടൽ കര ലക്ഷ്യങ്ങൾക്കെതിരായ ആക്രമണം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാണ് ഈ അഭ്യാസങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നാണ്. തായ്വാൻ ദ്വീപിനെ ഒന്നിലധികം ദിശകളിൽ നിന്നാണ് സമീപിക്കുന്നത്. ചൈനയുടെ പരമാധികാരവും ദേശീയ ഐക്യവും സംരക്ഷിക്കുന്നതിനുള്ള നിയമാനുസൃതമായ നടപടിയാണത്. ചൈനയുടെ ഇത്തരം തായ്വാൻ വിരുദ്ധ നടപടികളെ തായ്വാൻ ശക്തമായി എതിർക്കുന്നു. അടുത്തിടെ ഇവ വർദ്ധിച്ചു വരികയാണ്. ചൈനയെ ഒരു വിദേശ ശത്രുവായി പരാമർശിക്കുന്ന തായ്വാൻ പ്രസിഡന്റ് ലായ് ചിങ്തെ ചൈനീസ് ചാരവൃത്തിയും നുഴഞ്ഞുകയറ്റവും ചെറുക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ ചൈന തായ്വാനെ വലയം ചെയ്യുകയാണ്. തായ്വാൻ കടലിടുക്കിലെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന ചൈനീസ് സൈന്യത്തിന്റെ ഈസ്റ്റേൺ കമാൻഡ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുമായി ചില വിവരങ്ങൾ പങ്കിട്ടു. തായ്വാനിലെ വിഘടനവാദികൾക്കുള്ള മുന്നറിയിപ്പുമായി തായ്വാനു ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ കപ്പലുകളും യുദ്ധവിമാനങ്ങളും വിന്യസിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഫെബ്രുവരിയിൽ സംഘർഷം രൂക്ഷമായതിനു ശേഷം തായ്വാനിൽ ചൈന നടത്തുന്ന ഏറ്റവും വലിയ സൈനിക നടപടിയാണിത്. തായ്വാനിൽ നിന്ന് ഏകദേശം 40 നോട്ടിക്കൽ മൈൽ തെക്ക് മാറി വിമാനങ്ങളും യുദ്ധക്കപ്പലുകളും ഉപയോഗിച്ചാണ് ചൈന യുദ്ധാഭ്യാസം നടത്തുന്നത്. പ്രതികരണമായി തായ്വാനും സൈന്യത്തെ വിന്യസിച്ചിട്ടുണ്ട്. മേഖലയിൽ സംഘർഷം വർദ്ധിച്ചതിൽ അമേരിക്കയ്ക്കും പങ്കുണ്ട്. തായ്വാന് ഏറ്റവും വലിയ പിന്തുണ നൽകുന്നത് അമേരിക്കയാണ്. തായ്വാന് ആയുധങ്ങൾ നൽകാൻ അമേരിക്കയ്ക്ക് നിയമപരമായി ബാധ്യതയുണ്ട്. അതേസമയം ചൈനീസ് ആക്രമണത്തെ പ്രതിരോധിക്കാൻ അമേരിക്ക സൈന്യത്തെ വിന്യസിക്കുമോ എന്നത് വലിയൊരു ചോദ്യമായി തുടരുന്നു.